ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായിട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് അധികം വലിച്ചു നിർത്തുന്നില്ല, പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടറ്റോ, ബീൻസ്, പിന്നെ പച്ചമുളക്, സവാള, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാപ്സിക്കം, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം. ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ ഇതൊരു നല്ല മാർഗ്ഗം തന്നെയാണ്. എല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ആക്കിയെടുക്കണം പൊട്ടറ്റോ. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട്, ഇത് കുറച്ച് സ്പൈസിയാണ്, നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് വേണം അത് ചേർക്കാനായിട്ട്. നല്ല ഫ്രൈ ആകുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒന്ന് നോക്ക്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ചിക്കൻ നൂഡിൽസ് ആണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ വെജ് നൂഡിൽസേ വാങ്ങിക്കുള്ളായിരുന്നു. ഇപ്പോൾ നോക്കിക്കേ, ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് പൊട്ടറ്റോ. ഞാൻ നൂഡിൽസ് എല്ലാം പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഈ ഒരു രീതിയാകുന്നതും വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല, കാരണം നൂഡിൽസിൽ തന്നെ ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ അധികം ആയാൽ ഭയങ്കരമായിട്ട് ഉപ്പായി പോവും. ആവശ്യത്തിന് ചേർക്കുക. ഇച്ചിരി കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ തന്നെ സവാള നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും പച്ചമുളകും കൂടി ചേർക്കണം. ബീൻസ് ചെറുതായിട്ടൊന്ന് വെന്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കൂടിയിട്ട് അതും കൂടി ഒന്ന് വേവിച്ച് കൊടുക്കുക. ബീൻസ് വെന്തിട്ടുണ്ട്, ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർക്കണം. സാധാരണയായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം നൂഡിൽസ് ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നൂഡിൽസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കും.
ഇനി ഇതിലേക്ക് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ നൂഡിൽസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഇത് കണ്ടില്ലേ, ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഇളക്കി എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. അപ്പോൾ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുകയും ചെയ്യാം, ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്